അനീസ്യ കഥാപ്രസംഗത്തിൻ്റെ ചെറിയൊരു ഭാഗം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന് അപേക്ഷിച്ചുകൊണ്ട്. നിക്കിത, നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാനെന്ത് വേണം കൊച്ചമ്മ? പുതിയ ഔഷധങ്ങളും തേടി തേടി പലയിടങ്ങളിൽ ഞാൻ സഞ്ചരിച്ചു. പുതിയ ഔഷധങ്ങളും തേടി തേടി പലയിടങ്ങളിൽ ഞാൻ സഞ്ചരിച്ചു. പൊന്നെ, ഞാൻ പറയുന്നത് മതിമരുന്നും മന്ത്രവാദവുമായി ചെലവഴിക്കേണ്ടൊരു ചില്ലി പോലും. മതിമരുന്നും മന്ത്രവാദവുമായി ചെലവഴിക്കേണ്ടൊരു ചില്ലി പോലും. കാമുകിയാണ് അനീസ്യ നികിതൻ, കാമിനിയല്ലയാൽ തൃപ്തനെല്ലാം. കാമുകിയാണ് അനീസ്യ നികിതൻ, കാമിനിയല്ലയാൾ തൃപ്തനെല്ലാം. കാമിനിയല്ലവൾ ആയുവ കോമളൻ, ഓമന സങ്കൽപ്പറാണിയല്ലോ. കാമുകിയല്ലവൾ ഓമന സങ്കൽപ്പറാണിയല്ലോ. കാമുകിയാണ് അനീസ്യ നികിതൻ, കാമിനിയല്ലയാൾ തൃപ്തനെല്ലാം. രോഗി അവിടെ കിടന്ന് വിളിക്കുന്നു, ഒന്ന് തിരിഞ്ഞു നോക്കിക്കളടി, ഞാൻ നിൻ്റെ ഭർത്താവാണ്. കേഴ്ന്നിരുന്നാലും കാണാൻ ലഭിക്കാറില്ലോ മലാളെ, കാണാൻ കൊതിച്ചു. കേഴ്ന്നിരുന്നാലും കാണാൻ ലഭിക്കാറില്ലോ മലാളെ. കാമുകിയാണ് അനീസ്യ നികിതൻ, കാമിനിയല്ലയാൾ തൃപ്തനെല്ലാം. കാമുകിയല്ലവൾ ആയുവ കോമളൻ, ഓമന സങ്കൽപ്പറാണിയല്ലോ. കൊണ്ടുപോടാ മരുന്ന്. എനിക്ക് മരുന്നൊന്നും വേണ്ട. അങ്ങനെ പറയരുതേ. ഈ മരുന്ന് കഴിക്കണം. ഈ മരുന്ന് കഴിച്ചാൽ അവിടത്തേക്ക് ഭേദമാകും എന്നാര് പറഞ്ഞു? എന്ന് ഡോക്ടർ പറഞ്ഞു. ഏത് ഡോക്ടർ? കുറേ ആയല്ലോ ഡോക്ടർ, ഇങ്ങനെ കൊണ്ടുപോവാ. കൊണ്ടുപോ. മൂപ്പിൽ പിന്നെയും തിരിഞ്ഞു കിടന്നു. അവൻ അവിടെ തന്നെ നിന്നു. കുറേ കഴിഞ്ഞ് മൂപ്പിൽ പിന്നെയും വിളിച്ചു. പിന്നെയും നേരം കുറേയായി അല്ലയോ? അത് നേരം കുറേയായി. നീ വല്ലതും കഴിച്ചോ? ഇല്ല, കഴിച്ചോളാമേ. എന്നാ പോയി കഴിക്ക്. ലോകമുറങ്ങി നിശാന്ത നിശബ്ദത. ഒരു മുട്ടുസൂചി വീണാൽ ആ ശബ്ദം പോലും കേൾക്കാം. നിശബ്ദത. രോഗിയും തെല്ലെന്നുറങ്ങി. വൃദ്ധനായ ആ രോഗിയും തെല്ലെന്നുറങ്ങി. അകലെയ പാതിരാ പക്ഷി പോലും ചിറകുമൊതുക്കിയുറക്കമായി. അകലെയ പാതിരാ പക്ഷി പോലും ചിറകുമൊതുക്കിയുറക്കമായി. ഉലകിലമെല്ലാം ഉറക്കമായി, കരുനില പോലും അനങ്ങാതെയായി. ഉലകിലമെല്ലാം ഉറക്കമായി, കരുനില പോലും അനങ്ങാതെയായി. അകലെയ പാതിരാ പക്ഷി പോലും ചിറകുമൊതുക്കിയുറക്കമായി. നിദ്രരഹിക്കാതെ ലോകമുറങ്ങി. 2 പേർ മാത്രം ഉറങ്ങിയിട്ടില്ല. അതാരൊക്കെയാണപ്പ? ഒന്ന് ചന്ദ്രക്കല. ചന്ദ്രക്കല പടിഞ്ഞാറോട്ട് പോവുകയാണ്. ഏകയായി മൂകയായി സങ്കേതമെത്തുവാൻ പോകയായി. ഏകയായി മൂകയായി സങ്കേതമെത്തുവാൻ പോകയായി. ഈ ചന്ദ്രക്കല എന്ന് പറയുന്ന സുന്ദരിക്ക് ഒരു സുന്ദരനായ ഒരു കാമുകനുണ്ട്. അങ്ങ് പടിഞ്ഞാറ് നീലക്കടലിൽ നിന്ന ആ കാമുകൻ പ്രിയപ്പെട്ട തൻ്റെ ചന്ദ്രികയുടെ വരവും കാത്ത് തൻ്റെ വിരിമണൽ മെത്തയിൽ താനേ തിരിഞ്ഞും മറിഞ്ഞും കിടക്കയായി. ഏകയായി മൂകയായി. നീലക്കടലെന്ന് പറയുന്ന പ്രിയപ്പെട്ട തൻ്റെ കാമുകൻ്റെ വരവും കാത്ത് ചന്ദ്രിക അദ്ദേഹത്തെ മണൽ വിരിമെത്തയിൽ താനേ തിരിഞ്ഞും മറിഞ്ഞും കിടക്കയായി. ഇതേപോലെ ഈ കഥ നടക്കുന്ന വീട്ടിലും 2 പേർ ഉറങ്ങാതെ കിടക്കുന്നുണ്ട്.
ചന്ദ്രക്കലയുടെ കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു. ചന്ദ്രക്കലയുടെ കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, നിലാവ് പോലത്തെ വസ്ത്രങ്ങൾ വാരിധരിച്ച് ശയ്യ വിട്ടെഴുന്നേറ്റു പയ്യനെ പാദം വെച്ചു ശയ്യാഗ്രഹത്തിൽ മണിവാതിലെത്തി. വാതിൽ തുറക്കുവാനായി അവൾ സാക്ഷയിൽ തൊട്ടപ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു ശബ്ദം, അടുക്കളയിൽ നിന്നും പാത്രം വീഴുന്ന ശബ്ദം, ദുസ്സഹനം. അടുക്കളയിൽ നിന്നും പാത്രം വീഴുന്ന ശബ്ദം, ദുസ്സഹനം. അവൾ ഞെട്ടി പിറകോട്ട് മാറി. ദുസ്സഹനം. പിന്നെയും ധൈര്യം സംഭരിച്ച് അവൾ വാതിൽ അമർത്തി തുറന്നു. നല്ല നിലാവ് വെളിച്ചം. നല്ല മെല്ലെ തുറന്നിറങ്ങി പൂനീല പാലലയിൽ മുല്ലപ്പൂ മണം കുളിർ കാറ്റിലെത്തി. മെല്ലെ തുറന്നിറങ്ങി പൂനീല പാലലയിൽ മുല്ലപ്പൂ മണം കുളിർ കാറ്റിലെത്തി. ഒരു നിഴൽ പോലെ പോയവൾ ആ വീട്ടുമുറ്റത്തെ കൽപ്പളവിൽ ചെന്നിരുന്നപ്പോൾ ഒരു പിച്ചിപ്പൂ മണമൊഴുകി വന്നോ കുറുമൊഴി മുല്ലകൾ പൂക്കൾ പാകി. ആ മുല്ലവള്ളികളിൽ നിന്നും പൂക്കൾ അടർന്നു വീണ് അവളുടെ മുടിയിലും മടിയിലുമെല്ലാം പുഷ്പമിട്ട് നടക്കുന്നു. കുറുമൊഴി മുല്ലകൾ പൂക്കൾ പാകി. ആ പൂന്തോട്ടത്തിൻ്റെ മറ്റൊരു കോണിൽ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ വിളിച്ചു, നികിത, കൊച്ചമ്മ. തൽക്കാലം ഇവിടെ നിർത്തുന്നു.